പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 3 മുതൽ എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ല. 3 മുതൽ ഞാൻ വായിക്കും. നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആര് ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇപ്പോഴോ സെരുബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയെ, ധൈര്യപ്പെടുക. ഈ ദേശത്തിലെ സകല ജനങ്ങളുമായുള്ളവരെ, ധൈര്യപ്പെട്ട് വേല ചെയ്യുവേൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പീൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടണ്ട. 9-ാമത്തെ വാക്യം. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. 18-ാമത്തെ വാക്യം. ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവേൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവേൻ. വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവും മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 23-ാമത്തെ വാക്യം. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്റെ ദാസനും ശെയല്തീയേലിന്റെ മകനുമായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത മുദ്രാമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഫ്രം ടുഡേ ഐ വിൽ ബ്ലെസ് യു. പ്രാർത്ഥിക്കാം. തിരുവചനത്തിനായി സ്തോത്രം. കർത്താവേ, അല്പനേരം കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കാൻ മതിയായവനായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. വചനം ഘോഷിക്കുവാൻ കൃപ തരണമേ. നിന്റെ കൃപയിൽ ചാരുന്നു കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇസ്രായേൽ ജനം ദൈവമക്കളായ നമ്മളുടെ ഒരു നല്ല നിഴലാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത സ്വഭാവങ്ങൾ പലതും കാണാനായിട്ട് കഴിയും. ആധുനിക വിശ്വാസികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ പാർക്കുന്ന അനേക വർഷങ്ങൾ പാരമ്പര്യമുള്ള ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഒരു ട്രൂ പിക്ചർ കാണണമെങ്കിൽ ഇസ്രായേൽ മക്കളുടെ സ്വഭാവത്തിലേക്ക് നോക്കിയാൽ, ഇസ്രായേൽ മക്കൾ പലപ്പോഴും വഴുതി പുറകോട്ട് ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ളപ്പോഴൊക്കെ ദൈവത്തിന്റെ ന്യായവിധിയും ശിക്ഷയും ദൈവത്തിന്റെ ഭാരമുള്ള കരവും അവരുടെ മേൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. പശ്ചാത്തലം വേഗത്തിൽ പറയാൻ പോകുകയാണ്. കോരേശ് എന്ന് പറയുന്ന രാജാവിന് ദൈവം അവനെ ഉത്തേജിപ്പിച്ച് ഇസ്രായേൽ ജനത്തെ, അവിടെ പാർക്കുന്ന പ്രവാസികളായി പാർക്കുന്ന ഏകദേശം 50,000 പേരെ സ്വന്തം ദേശത്തേക്ക് പോകാനായിട്ട് വിട്ടയച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ അവർ കടന്നു വന്നതിന് ശേഷം അവരവിടെ പാർത്തു. പണിയൊന്ന് തുടങ്ങി. അത് എസ്രായുടെ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പണി തുടങ്ങി ഒരല്പം കഴിഞ്ഞപ്പോൾ ആവേശത്തോടെയാ വന്ന്. കോരേശ് അയച്ചപ്പോൾ ധനത്തോടുകൂടി അയച്ച്, ചുറ്റുപാടുകളോടുകൂടി അയച്ച്, ആളുകളോടുകൂടിയാണ് അയച്ചത്. എന്നാൽ മടങ്ങി തങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വന്ന് ആവേശത്തോടെ പണി ആരംഭിച്ചു. എന്നാൽ പെട്ടെന്ന് എതിർപ്പുണ്ടാകുമ്പോൾ ഓർക്കണം, അത് ദൈവികമായ പദ്ധതി തന്നെയാണ്. എതിർപ്പുണ്ടായപ്പോൾ ഇസ്രായേല്യർ ക്ഷീണിച്ചു. യഹൂദാപുത്രന്മാർ, ബെന്യാമീൻ ഗോത്രക്കാർ ക്ഷീണിച്ചു, പണി നിർത്തി. അങ്ങനെ ഏകദേശം 16 വർഷക്കാലം പണി നിന്നുപോയി. അപ്പോൾ അവരതിനൊരു ഒഴികഴിവ് പറഞ്ഞു. അതിങ്ങനെ നാം വായിക്കുന്നു.
ഈ ആലയം പണിയാൻ സമയമായിട്ടില്ല എന്ന് അവർ പറയുന്നു. 2-ാമത്തെ വാക്ക് 1-ാമത്തെ അധ്യായം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിയാനുള്ള കാലം വന്നിട്ടില്ല എന്ന് ഈ ജനം പറയുന്നല്ലോ. അപ്പോൾ ഹഗ്ഗായിക്ക് കൂടെ പറയുകയാണ്, നിങ്ങൾ പറയുന്ന വാക്കുകളാണ്. എതിർപ്പുകൾ വന്നപ്പോൾ പണി നിർത്തി, ദൈവത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. വന്ന ശുഷ്കാന്തി പോയി. എന്തുദ്ദേശത്തോടുകൂടെ വന്നോ ആ ഉദ്ദേശത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു. നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മെ ദൈവം എന്തിനു വേണ്ടി അയച്ചോ ആക്കിയോ അതിൽ നിന്നൊക്കെ അങ്ങ് മാറി ജീവിതത്തിന്റെ ചുറ്റുപാടുകളിലൊക്കെ അങ്ങ് ഉറച്ച് നല്ലൊരു എക്സ്ക്യൂസ്, ഒഴികഴിവൊക്കെ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞതെന്നറിയാമോ? ആലയം പണിയാനുള്ള സമയമായിട്ടില്ല. ഒഴികഴിവുകൾ പറയാൻ, തിരുവചനത്തിൽ നിന്ന് ഒഴികഴിവുകൾ പറയാൻ, അതിൽ നിന്ന് സത്യങ്ങൾ കണ്ടെത്തി എക്സ്ക്യൂസസ് പറയാൻ വളരെ കഴിവും സാമർഥ്യവും ഉള്ളവരാണ് ആധുനിക ക്രൈസ്തവ സമൂഹം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അവർ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ടൈം യെറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ വഴികളെ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിക്കേ. കൺസിഡർ യുവർ വേയ്സ്. 5-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ വഴികളെ ഒന്ന് വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ വിതച്ചിട്ട് അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, ഭക്ഷിച്ചിട്ട് തൃപ്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ട സഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു. 2-ാമത്തെ അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കി. ആ കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തൻ 50 പാത്രം കോരുവാൻ ആ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. യു കൺസിഡർ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വെച്ച് നോക്കിക്കേ. വളരെ അധ്വാനിക്കുന്നു, അധികം വിതയ്ക്കുന്നു, വലിയ ഫലമൊന്നുമില്ല. തൃപ്തി പ്രാപിക്കാൻ ശ്രമിക്കുന്നു, തൃപ്തിയില്ല. യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, യു ആർ നോട്ട് ഫ്രൂട്ട്ഫുൾ. എന്ന് മാത്രമല്ല, വളരെ പണമൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഒരു സഫിഷ്യൻസിയുടെ അനുഭവമില്ല. ഓട്ടസഞ്ചിയിൽ കൂലി വാങ്ങിയിടുന്നത് പോലെ എല്ലാം പോകുന്നു. ചുറ്റുപാടൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അനേക ഭവനങ്ങളിലും ഈ അനുഭവത്തിലാണ്. ധാരാളം ചുറ്റുപാടുകളുണ്ട്, സമൃദ്ധിയുടെ ലക്ഷണങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെങ്കിൽ സംതൃപ്തിയുടെ ഒരു ആത്മാവില്ല, സന്തോഷത്തിന്റെ ഒരു ആത്മാവില്ല, ഫലകരമായ ജീവിതത്തിന്റെ ഒരു ഉടമയാണ് എന്നുള്ള ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, കൺസിഡർ യുവർ വേയ്സ്. നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മുടെ ജീവിത ശൈലിയെ പലപ്പോഴും നമ്മുടെ ആത്മീകത, സ്പിരിച്വൽ കണ്ടീഷൻ ബാധിക്കും. സ്പിരിച്വലായിട്ട് ആത്മീകമായി നാം തരം താഴുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഏത് സമൂഹം ആത്മീകമായി അധപ്പതിക്കുന്നോ ആ സമൂഹം ജീവിത രംഗങ്ങളിൽ, സാമ്പത്തിക രംഗങ്ങളിൽ, ആത്മീക രംഗങ്ങളിൽ, ചുറ്റുപാടുകളിലൊക്കെ അതിന്റെ തകർച്ച അനുഭവിക്കും. റോമാ സാമ്രാജ്യം തകർന്നു പോയത് റോമാ സാമ്രാജ്യത്തിന്റെ സൈന്യം ശക്തിഹീനമായതുകൊണ്ടല്ല. റോമാ സാമ്രാജ്യം തകർന്നു പോയത് അതിന്റെ ധാർമ്മിക അനുഭവം തകർന്നു പോയതുകൊണ്ടാണ്. വെൻ മോറലി ഇറ്റ് ഈസ് റെക്ട്, ഇറ്റ് വിൽ ബി ഫിസിക്കലി റെക്ട്. നമ്മുടെ സമൂഹത്തിന്, കേരളത്തിലെ ക്രൈസ്തവ സഭയോട് ഈ സന്ദേശം വളരെ ശക്തമായി പറയണം. ഇന്ന് ധനത്തിന്റെയും ചുറ്റുപാടിന്റെയും സെക്യൂരിറ്റിയുടെയും നടുവിൽ പാർക്കുന്നു. എന്നാൽ ആത്മീകമായി ശുഷ്കിച്ച അനുഭവത്തിൽ മുന്നോട്ട് പോയാൽ ഇതിനൊരു തകർച്ച വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇസ്രയേൽ വളരെ അധ്വാനിക്കുന്നു, ഫലമില്ല. വളരെയധികം പ്രവർത്തിക്കുന്നു, തൃപ്തിയില്ല. വളരെയധികം കൊണ്ടുവരുന്നു, ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെ. ദർ ഇസ് നോ സഫിഷ്യൻസി. ചിലപ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയി എന്ന് വരും. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ദൈവഭാഗത്തേക്ക് വന്ന് ദൈവത്തെക്കുറിച്ച് ബോധമില്ലാതെ, ദൈവീക ചിന്തയില്ലാതെ ജീവിച്ച്, മക്കളെ ദൈവഭക്തിയിൽ വളർത്താതെ ജീവിച്ച്, അങ്ങനെ ജീവിച്ച് കുഞ്ഞുങ്ങളും വഴിതെറ്റി. അദ്ദേഹം തന്റെ ജോലിയും തന്റെ സാധ്യതകളും, സക്സസ് ഇൻ ലൈഫും, ബിസിനസ്, ഇവിടെ ഒരു ബിസിനസ്, വേറൊരു ബിസിനസ്, 4 ബിസിനസ് എൻഡവേഴ്സ് ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. എന്നാൽ ഒരു ദിവസം പ്രഭാതത്തിൽ താൻ ഭക്ഷണമേശയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെടിവെച്ച് ശബ്ദം കേട്ടു. ഓടി മകന്റെ മുറിയിൽ ചെന്നപ്പോൾ തോക്കെടുത്ത് തനിയെ വെടിവെച്ച് ആത്മഹത്യ ചെയ്ത തന്റെ മകന്റെ ശരീരമാണ് കണ്ടത്. അദ്ദേഹം അതിൽ നിന്നൊക്കെ നിരാശയുള്ളവനായി ഇറങ്ങിത്തിരിച്ച് എവിടെയോ ഒരു യോഗത്തിൽ ദൈവവചനം കേട്ട് കർത്താവിനെ രക്ഷകനായൊക്കെ സ്വീകരിച്ച് പിൽക്കാലങ്ങളിൽ പറഞ്ഞൊരു സെന്റൻസ് എന്താണെന്നറിയാമോ? ഇറ്റ് ടുക്ക് എ ഷോട്ട് ഇൻ മൈ സൺസ് ഹെഡ് ടു
get my attention. എന്റെ മകന്റെ തലയിൽ ഒരു വെടിയുണ്ട കയറേണ്ടി വന്നു എന്റെ അറ്റൻഷൻ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ. ജനത്തോട് ദൈവം പറയാ, കൺസിഡർ യുവർ വേസ്, ലുക്ക് ഇൻ ടു യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ തലമുറയിലേക്കൊന്ന് നോക്കിക്കേ, ചുറ്റുപാടിലേക്കൊന്ന് നോക്കിക്കേ, സമൂഹത്തിലേക്കൊന്ന് നോക്കിക്കേ. അധ്വാനിക്കുന്നില്ലയോ? എന്ത് ഫലം? തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലയോ? മനുഷ്യൻ സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്തെല്ലാം മാർഗമാണെന്നറിയാമോ? ഏതെല്ലാം വഴികളിൽ കൂടെ തൃപ്തി അടയാനായി നോക്കുന്നു. തൃപ്തിയുടെ അനുഭവമുണ്ടോ? സാറ്റിസ്ഫൈഡ് ആണോ? ലുക്കിംഗ് ഇൻ ടു ഓൾവേസ്. ദൈവവചനം പറയുന്നു, കൺസിഡർ യുവർ വേസ്. അങ്ങനെയുള്ള സമൂഹം ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അതിനനുസരിച്ച് പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്ന പ്രോമിസാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ ഇന്നു മുതൽ മുന്നോട്ട് നോക്കിക്കാട്ടെ. ലുക്ക് ഫോർവേഡ്. അതാണ് ഞാൻ കുറിവാക്യമായി വായിച്ചത്. 2-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ ദൈവം പറയുകയാണ്, എന്റെ പ്രമാണത്തിന് നിങ്ങൾ കീഴ്പ്പെട്ട് എന്റെ വചനം അനുസരിച്ചാൽ യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഓൾ ടുഗെദർ. സമൂലമായ മാറ്റം. അതൃപ്തിയുടെ ആത്മാവ് തൃപ്തിയുടെ ആത്മാവായി, ഫലമില്ലാത്ത ജീവിതം ഫലമുള്ള ജീവിതമായി, ഇല്ലായ്മയുടെ ജീവിതം സഫിഷ്യൻസിയുടെ അനുഭവമായി, ശാപത്തിന്റെ ജീവിതം അനുഗ്രഹത്തിന്റെ ജീവിതമായി. സമൂലമായ മാറ്റം, ഗ്രേറ്റ് ട്രാൻസ്ഫർമേഷൻ. ഒറ്റ ദിവസം. ഇതിനു മുമ്പും ഇതിനു പിൻപുമുള്ള അനുഭവം. ലുക്ക് ഫോർവേഡ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ധൈര്യപ്പെടുവീൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. മുന്നോട്ട് നോക്കുവീൻ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം വാഗ്ദത്തം കൊടുക്കുക. എന്താണ് അവരോട് ചെയ്യാൻ പറഞ്ഞത് എന്ന് നോക്കാം. 1, കൺസിഡർ യുവർ പ്രയോറിറ്റീസ്. ഈ ജനത്തോട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളുടെ മുൻഗണനയൊന്ന് നോക്കണം. അവർ പറയുകയാണ്, ആലയം പണിയാനുള്ള സമയം ആയില്ല. അവർ പറയുമ്പോൾ തന്നെ അവരെന്ത് ചെയ്തു എന്ന് നോക്കിക്കാട്ടെ. 4-ാമത്തെ വാക്യം. ഈ ആലയം ശൂന്യമായിരിക്കെ അവർ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ സമയമായോ? തട്ടിട്ട വീട് എന്ന് പറയുമ്പോൾ പാനൽഡ് ഹൗസ് എന്ന് പറയും. രാജാക്കന്മാർ പാർക്കുന്നത് പോലെ പാർക്കുന്ന അനുഭവമാണ് പാനൽഡ് ഹൗസിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസനിൽ കൂടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ വഴികളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആദ്യം നിങ്ങളുടെ പ്രയോറിറ്റീസ്, മുൻഗണനയൊന്ന് കൂട്ടി നോക്കി. എന്താ നിങ്ങളുടെ ജീവിതം? നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുമ്പോൾ ദൈവത്തിന്റെ ആലയം ശൂന്യമായിരിക്കുന്നു. ഫൗണ്ടേഷൻ വരെ പണിതുള്ളൂ, പിന്നെ പണിയാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഇല്ല. ആരും അതിന് സമയം ചെലവിടുന്നില്ല, ആരും അതിന് കൊടുക്കുന്നില്ല, ആരും അതിനു വേണ്ടി അധ്വാനിക്കുന്നുമില്ല. ബട്ട് വേർ ആർ ദേ ഇൻവോൾവ്? ദേ ആർ ഇൻവോൾവ് ഇൻ ബിൽഡിംഗ് ദംസെൽവ്സ്. അവരെ തന്നെ കൊഴിപ്പിക്കുവാൻ അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, കൺസിഡർ യുവർ പ്രയോറിറ്റി. ആധുനിക സമൂഹത്തിന് ഇന്ന് കൊടുക്കുന്ന ദൂതതാകുന്നു. നമ്മുടെ മുൻഗണന ഞാനും നിങ്ങളും ഒന്ന് ശോധന ചെയ്യണം. വേർ ഈസ് ഗോഡ് ഇൻ അവർ ലൈഫ്? ദൈവം നമ്മുടെ ജീവിതത്തിൽ എവിടെയാ? ദൈവമില്ലാത്ത ജീവിതമാണ് എന്ന് ഞാൻ പറയത്തില്ല. ഇവരും അങ്ങനെ തന്നെയാ. ആലയം പണിയരുതെന്ന് അവർ പറയുന്നില്ല, ആലയം പണിയാൻ സമയമായില്ല എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പോൾ ഓർക്കണം, ദൈവമില്ലാത്ത ജീവിതമല്ല, ദൈവഭക്തിയില്ലാത്ത ജീവിതവുമല്ല. എന്നാൽ ദൈവത്തിന് ജീവിതത്തിൽ പ്രാഥമിക സ്ഥാനമില്ല. ഗോഡ് ഈസ് നോട്ട് ഫസ്റ്റ് ഇൻ ദെയർ ലൈഫ്. ശ്രദ്ധിക്കണേ, ദൈവം ഒന്നാം സ്ഥാനമല്ലാതെ എന്റെ ജീവിതത്തിലോ എന്റെ കുടുംബത്തിലോ എന്റെ സമൂഹത്തിലോ വേറൊരു സ്ഥാനം അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല ദൈവം. ഇഫ് ഗോഡ് ഈസ് നോട്ട് ഫസ്റ്റ് ഇൻ അവർ ലൈഫ്, ഹി വിൽ നോട്ട് ബി ഇൻ അവർ ലൈഫ്. നമുക്ക് ദൈവത്തിന് ഒരു സ്ഥാനം കൊടുത്തിരുത്താൻ വലിയ താല്പര്യമാണ്. കാരണം അവിടെ ഇരിക്കുന്നത് നല്ലതാണല്ലോ. ഞാൻ സാധാരണ പറയും, കാറിന് സ്പെയർ ടയർ ഉള്ളതുപോലെ ആരെങ്കിലും യാത്ര പോകുമ്പോൾ സ്പെയർ ടയർ ഇല്ലാതെ പോകുമോ? കാരണം പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ നമുക്ക് ഇടാൻ ഒരു ടയർ വേണം. തമ്പുരാനെയും അതുപോലെയാണ്. ഒന്ന് ടോപ്പപ്പ് ചെയ്യാൻ ദൈവത്തെ നമുക്ക് വേണം. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല. ദൈവത്തിന് ഒന്നാം സ്ഥാനം. ഗിവ് ഗോഡ് ദ ഫസ്റ്റ് പ്ലേസ് ഇൻ യുവർ ലൈഫ്. ആലോചിച്ച് നോക്കി, ദൈവത്തിനാണോ നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം? ക്ലാസിക് ഉദാഹരണം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഭവനം പണിയെ കുറിച്ചാണ്. നമ്മുടെ വീടൊക്കെ പണിയുന്നത്.
വീട് പണിയുമ്പോൾ ആർക്കിടെക്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പോൾ, മാർബിൾ വാങ്ങുമ്പോൾ, തടി വാങ്ങുമ്പോൾ, ഇതൊന്നും വാങ്ങരുതെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ജോർജ് ചെറിയാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയരുത്. ഇവിടെ എങ്ങും ദൈവത്തോട് ആലോചന ചോദിക്കുകയില്ല, അവിടെ തമ്പുരാൻ ഇല്ലതാനും. പിന്നെ ഇതെല്ലാം പണിത് കഴിഞ്ഞ് എല്ലാം ശരിയാക്കി മനോഹരമായി പെയിന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് കൂതാശ നടത്തിയേ ഒക്കത്തുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാൽ പിശാച് കയറിയെങ്കിലോ അത് കുഴപ്പമാ. അതുകൊണ്ട് നമുക്കൊരു ഭദ്രത വേണം, അതുകൊണ്ട് ദൈവത്തെ നമുക്ക് വേണം. സി വേർ ഡിഡ് വി പുട്ട് ഗോഡ്? ദൈവത്തെ എവിടെയാ നമ്മൾ കയറ്റിയത് എന്ന് നോക്കി. ഹീസ് ലാസ്റ്റ്. എന്നാൽ ഒരു വിശ്വാസിയെ തിരിച്ചറിയാൻ ഒരു മാർഗമുണ്ട്. അവന്റെ ജീവിതത്തിൽ ദൈവം ഒന്നാം സ്ഥാനം. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം. നമ്മുടെ ജീവിത ശൈലിയിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. അതാകുന്നു ക്രിസ്തീയ ജീവിതം. അതിലേക്കാണ് ദൈവം ഈ ജനത്തെ വിളിക്കുന്നത്. നോക്കുക, നിങ്ങളുടെ ജീവിതം ഒന്ന് നോക്കി, നിങ്ങളുടെ അധ്വാനത്തിലേക്കൊന്ന് നോക്കി. തൃപ്തി വരാത്തതിന്റെ കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം അലങ്കരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇവിടെയാകുന്നു അപാകത വന്നത് എന്ന് സമ്മതിക്കേണ്ട കാലം വന്നു കഴിഞ്ഞു. ഗോഡ് ഈസ് നോട്ട് ഫസ്റ്റ് ഇൻ അവർ ലൈഫ്, ഗോഡ് ഈസ് ദേർ. എന്നാൽ ദൈവം ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നു. രണ്ടാമതും ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവത്തിന് കൊടുക്കുന്നത് ഏതാന്ന് നോക്കിയേ. വി ഡോണ്ട് ഗിവ് ഗോഡ് ദ ബെസ്റ്റ്. നല്ലത് കൊടുക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് അയൽവാസി ഒന്നും നോക്കണ്ട. ദൈവത്തിന് കൊടുക്കുന്ന സമയം ഒന്ന് നോക്കിക്കേ, ദൈവത്തിന് കൊടുക്കുന്ന പണം ഒന്ന് നോക്കിക്കേ, ദൈവത്തിന് കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിക്കേ. എന്താ ദൈവത്തിന് കൊടുക്കുന്നതെന്ന് നോക്കിക്കേ. പലപ്പോഴും തിരിയുടെയാണ് കൊടുക്കുന്നത്. വാട്ട് ഈസ് റിജക്റ്റഡ് വി ഗിവ് ഇറ്റ് ടു ഗോഡ്. മലാഖി പ്രവാചകനിൽ കൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കണ്ണുപൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും പ്രായം ചെന്നതിനെയും എനിക്ക് കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇത് ദേശാധിപതിക്കൊന്ന് കാഴ്ച കൊണ്ടുവച്ചു നോക്കിയേ. യു ഗിവ് ഇറ്റ് ടു ദ ഗവർണർ. വാട്ട് യു ആർ ഗിവിംഗ് ടു മീ, യു ഗിവ് ഇറ്റ് ടു ദ ഗവർണർ ആൻഡ് സീ ഹൗ ഹി വിൽ റിയാക്ട്. നോക്കി, നമ്മുടെ ബോസിന് ഒരു ക്രിസ്മസ് പ്രസന്റ് കൊടുക്കുമ്പോൾ നാം ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ നന്നായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാ. പ്രയോറിറ്റി പറയാൻ നോക്കി. കുഞ്ഞ് സ്തോത്രകാഴ്ച ഇടാൻ പോകുമ്പോൾ ₹1 അവന്റെ കയ്യിലോട്ട് കൊടുക്കും. അവന് പോക്കറ്റ് മണി കൊടുക്കുന്നു എന്ന് നോക്കി. അവൻ ഫുട്ബോൾ കളി കാണാൻ പോകുമ്പോൾ അവന്റെ കയ്യിൽ കൊടുക്കുന്നു എന്ന് നോക്കി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം എവിടെയാകുന്നു എന്ന് നോക്കണം. ഇഫ് ഗോഡ് ഈസ് നോട്ട് ഫസ്റ്റ് in our life, he is not at all there in our life. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, കൺസിഡർ യുവർ പ്രയോറിറ്റീസ്. മുൻഗണന. സങ്കീർത്തനക്കാരൻ എത്ര ശക്തമായി പറഞ്ഞിരിക്കുന്നു. 84-ാം സങ്കീർത്തനത്തിൽ, എന്റെ ദൈവമേ, നിന്റെ ആലയത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർത്തു വിശ്രമിക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ഞാനതിന് ഇങ്ങനെ പറയും, ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ വിശ്രമിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ആലയത്തിൽ ഡ്യൂട്ടി ചെയ്യുന്നത്. ഈ കാവൽക്കാരന്റെ ഡ്യൂട്ടി അല്പം പ്രയാസമുള്ളതാണ്. വളരെ മണിക്കൂറുകൾ നിന്ന്, അതായാലും തിരക്കേടില്ല കർത്താവേ. ഐ വുഡ് റാദർ ബി ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. ഞാൻ ചില പ്രായോഗികമായിട്ടുള്ള കാര്യം പറയാം. വാങ്ങിച്ച പുത്തൻ കാറയിൽ ഒരു പോറൽ വന്നാൽ എന്തുമാത്രം നമ്മുടെ ഹൃദയത്തെ ഒന്ന് അഫക്റ്റ് ചെയ്യുമെന്നറിയാമോ? ചിലർക്കൊന്നും ഉറക്കമേ വരത്തില്ല. കാരണം എന്താണെന്നറിയാമോ? വണ്ടി ഒന്ന് പോറി. ഗുജറാത്തിലും മറ്റു സ്ഥലങ്ങളിലും സംഭവിക്കുന്ന ജീവിതങ്ങൾ ദൈവമില്ലാത്തവരായി നിത്യതയിൽ പോകുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഉറക്കത്തിന് ഒരു കുഴപ്പവുമില്ല. Do you know why? God is not first. ദൈവമല്ല നമ്മുടെ ജീവിതത്തിന്റെ മുൻഗണന. ദൈവം നമ്മുടെ ജീവിതത്തിന്റെ മുൻഗണനയാകുമ്പോൾ ദൈവത്തിന്റെ വേദന എന്റെ വേദനയായി മാറും. അതുകൊണ്ടാണ് ബോബ് പിയേഴ്സ് പറഞ്ഞത് വളരെ ശരിയാണ്. ഓ ലോർഡ്, ലെറ്റ് ദ തിങ്സ് ദാറ്റ് ബ്രേക്ക് യുവർ ഹാർട്ട്, ലെറ്റ് ഇറ്റ് ബ്രേക്ക് മൈ ഹാർട്ട് ഓൾസോ. ദൈവമേ, നിന്റെ ഹൃദയത്തെ തകർക്കുന്നതൊക്കെയും എന്റെ ഹൃദയത്തെയും തകർക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികതയിൽ എവിടെയാകുന്നു, ദൈവത്തിന്റെ സ്ഥാനം എവിടെയാകുന്നു എന്ന് ഇന്ന് ചിന്തിക്കണം. ബൈബിൾ സ്റ്റഡിക്ക് പോകാൻ പലർക്ക് സമയമില്ല. TV സീരിയൽ വിടത്തുമില്ല. TV സീരിയൽ കാണില്ലെന്ന് ഇപ്പം ജോർജ് ചെറിയാൻ പറഞ്ഞില്ല, അങ്ങനെ ശ്രദ്ധിക്കുകയും വേണ്ട.
എന്നാൽ ആ ടൈം പോയി എന്നുള്ളത് എന്തോരു പ്രയാസമാണെന്നറിയാമോ? ഈ കളിച്ചോണ്ടിരിക്കുന്ന കളികൾ, ഇനിയും ഫുട്ബോൾ ആയിരുന്നെന്ന് വിചാരിച്ചോ, കളി തീർന്നിട്ടും ആ ടൈം കഴിഞ്ഞിട്ടും ഗോളായില്ല, അല്ല അതിനൊരു ആരും ജയിച്ചില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു 10 മിനിറ്റ് കൂടെ കളിക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടെ. റഫറി ആണല്ലോ തീരുമാനിക്കുന്നത്. അവിടെ ആരും വാച്ച് കാണിക്കാറില്ല. കണ്ടോ, സമയം കൂടിപ്പോയി. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിലേക്കൊന്ന് വന്നു നോക്കിയേ. 20 മിനിറ്റ് കഴിയുമ്പോൾ വാച്ച് കാണിക്കും. കാരണം എന്നാന്നറിയാമോ? ടൈമില്ല. കാരണം ഞാൻ പറയാം, വി വർഷിപ്പ് ഗെയിം, വി വർഷിപ്പ് എന്റർടൈൻമെന്റ്, then we worship God. ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാൾ എന്റർടൈൻമെന്റിനെയും ചുറ്റുപാടിനെയും ഉല്ലാസങ്ങളെയും ആരാധിക്കുന്ന സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് ഓർക്കണം. ദൈവം പറഞ്ഞു, നാളെ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക. ഐ വിൽ ബ്ലെസ് യു, ബട്ട് യു നീഡ് ടു ചേഞ്ച് യുവർ വേസ്. നിങ്ങളുടെ ചുറ്റുപാടിനെ മാറ്റാൻ എനിക്ക് കഴിയും, പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് സമൂലമായ മാറ്റം വരണം. കൺസിഡർ യുവർ വേസ്. ഇന്ന് രാത്രിയിൽ മാവേലിക്കരയുള്ള ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നൊരു പ്രിയപ്പെട്ട കുട്ടമാണല്ലോ ഇരിക്കുന്നത്. നമുക്ക് പുറത്തുള്ളവരോട് ഇന്ന് പറയാൻ സാധ്യതയില്ല. എന്നാൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറിയ കൂട്ടം ജീവിതത്തിൽ പ്രധാന സ്ഥാനം ദൈവത്തിനും, ജീവിതത്തിന്റെ തീരുമാനങ്ങളിൽ ദൈവത്തിന് മുഖ്യസ്ഥാനവും കൊടുത്ത് നമ്മുടെ ജീവിതം നയിച്ചാൽ വലിയ മാറ്റം, വലിയ ഉണർവ്, വലിയ ശക്തി നമ്മുടെ സമൂഹത്തിൽ ദൈവം വെളിപ്പെടുത്തും. കൺസിഡർ യുവർ പ്രയോറിറ്റീസ്. 2, അപ്പോൾ അവർ മുൻഗണനയിൽ തോറ്റുപോയവരാണ് എന്ന് മാത്രമല്ല, അവരോട് 12ാമത്തെ വാക്യത്തിൽ യഹോവയുടെ നിയോഗത്തിന് ഒത്തവണ്ണം 1-ാമത്തെ അധ്യായം ഹഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ച് ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗായി യഹോവയുടെ ദൂതായ ജനത്തോട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനം കേട്ടപ്പോൾ ഈ ജനത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ കേട്ടു, ദൈവത്തെ ഭയപ്പെട്ടു. ഇന്നലെ രാത്രിയിലത്തെ ദൂത് അതായിരുന്നു എന്ന് ഞാൻ കേട്ടു. ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തെ അനുസരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യം, വി മസ്റ്റ് കൺസിഡർ അവർ ഒബീഡിയൻസ്. അനുസരണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ക്ലെയിം ചെയ്യുന്ന വലിയ കാര്യങ്ങളൊന്നുമല്ല സ്ഥാനം. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് വെദർ വി ഒബേ ദ ലോർഡ് ഇൻ സ്മോൾ ആൻഡ് ബിഗ് തിങ്സ്. ദൈവം പറയുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ. അനുഗ്രഹത്തിന്റെ താക്കോൽ ഇവിടെയാണ്. ഇത് ഞാൻ വർണ്ണിക്കേണ്ട കാര്യമില്ല. നാളുകളായി ദൈവവചനം കേൾക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന്റെ താക്കോൽ ഇവിടെയാണ്. വെൻ വി ഒബേ ദ ലോർഡ്, ദൈവത്തെ അനുസരിക്കുമ്പോൾ. ഈ ജനം കേട്ടു, ദൈവത്തെ അനുസരിച്ചു. ഈ അനുസരണം എന്നുള്ളത് ഓപ്ഷണലല്ല. വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് നിങ്ങൾക്കുമില്ല. ഒബീഡിയൻസ് ഈസ് നോട്ട് ഓപ്ഷണൽ അറ്റ് ഓൾ. അനുസരിച്ചേ ഒക്കൂ. അവനെ അനുഗമിക്കുന്നെങ്കിൽ, ശിഷ്യന്മാരാണെങ്കിൽ, ഡിസൈപ്പിൾസ് ആണെങ്കിൽ, വി നീഡ് ടു ഒബേ ഹിം. 2, ഇറ്റ് ഈസ് വെരി പേഴ്സണൽ. നമുക്കെല്ലാം ഇഷ്ടം കൂട്ടത്തിൽ രക്ഷപ്പെടാനാ കേട്ടോ. കൂട്ടത്തിൽ രക്ഷപ്പെടുന്ന മാർഗമല്ലിത്. ദൈവത്തെ അനുസരിക്കുന്നത് വളരെ പേഴ്സണലാക്കാൻ, വ്യക്തിപരമാക്കാൻ എനിക്ക് നിങ്ങൾക്കും വളരെ മടിയാണ്. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് അതിന്റെ ബേസിക് എലിമെന്റിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നല്ല ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വിടുതലില്ല. ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ ദൈവത്തോടുള്ള ബന്ധത്തിൽ? 3, ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. വളരെ ചിലവുള്ളതാണ്. കർത്താവ് ഭംഗിവാക്ക് പറഞ്ഞ് തന്റെ പിന്നാലെ വരുവാൻ ആരെയും വിളിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നും ആരാധിക്കുന്ന ഒരു ബഹുപുരുഷാരമുണ്ട്. എന്റർടൈൻഡ് ആകാൻ ആഗ്രഹിക്കുന്ന, സ്പിരിച്വൽ എന്റർടൈൻമെന്റിന് വേണ്ടി കൊതിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു ചെറിയ കൂട്ടമേ ഉള്ളൂ. വെരി സ്മോൾ ഗ്രൂപ്പ്. എന്നാൽ ദൈവം പ്രസാദിക്കുന്നത് അവരിലാണ്. അവന്റെ വചനം കേട്ട് അവനെ എന്ത് വില കൊടുത്തും അനുസരിക്കുക. കാനായിലേക്കൊന്ന് നോക്കിക്കാട്ടെ. ആ വേലക്കാർക്ക് അനുസരിക്കാനുള്ളൊരു കുറവേ ഉണ്ടായി. വീഞ്ഞു തീർന്നപ്പം വെള്ളമൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ലോജിക്കലായിട്ട് തോന്നുന്നില്ലെങ്കിലും അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു അല്പം പ്രയാസമാണ്. എന്നാൽ അല്പനേരം ലോജിക്കിനെ ഒന്ന് മാറ്റി നിർത്തി ദൈവത്തെ അനുസരിച്ചു. ചിലപ്പോൾ അങ്ങനെ ഒരു അനുസരണം വേണ്ടി വരും.
വിധവയോട് ഏലിയാവ് പറഞ്ഞു, ആ മാവ് കൊണ്ട് എനിക്കൊരപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരിക. അത് അവസാനത്തേതാ. ഈ അവസാനത്തേതെടുത്ത് പ്രവാചകന് കൊടുക്കാൻ ഒരു അല്പം പ്രയാസമാണ്. അല്പം കൂടെ ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാൻ പ്രയാസമില്ല. ബട്ട് ബീയിങ് ദ ലാസ്റ്റ് ഫ്ലവർ, അവസാനത്തെ പിടി പൊടിയുമായി ഈ പ്രവാചകന് ഒരു അപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരല്പം പ്രയാസമാണ്. എന്നാൽ ഓർക്കണം, അവിടെയാണ് അനുഗ്രഹം. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. മോറിയായുടെ മുകളിൽ അവൻ സ്നേഹിച്ച തന്റെ ഏകജാതനെ, അവിടെയാണ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചത്. കൺസിഡർ യുവർ ഒബീഡിയൻസ്. എന്റെയും നിങ്ങളുടെയും. ചുങ്കക്കാരനായ മത്തായി തന്റെ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന മേശയും ചുറ്റുപാടും പ്രൊഫഷനും വിട്ട് ദൈവത്തിന്റെ പിന്നാലെ വന്നു. അനുസരിക്കണം. ഒരു രാജാവ് ഒരു മനുഷ്യനെ ബാങ്ക്വറ്റിന് ഭക്ഷണത്തിന് വിളിച്ചതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം മറുപടിയൊന്നും അയച്ചില്ല. രാജാവിന്റെ ബാങ്ക്വറ്റിന് അദ്ദേഹം ചെന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, അതിന് യു ഡിഡ്ന്റ് റിപ്ലൈ മീ, ഒന്നും മറുപടി തന്നില്ലല്ലോ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, കിങ്സ് ഇൻവിറ്റേഷൻ നീഡ് നോട്ട് ഹാവ് എ റിപ്ലൈ അയക്കേണ്ട കാര്യമേ ഇല്ല, മറുപടിക്ക് ആവശ്യമേ ഇല്ല, അനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. രാജാവ് വിളിച്ചാൽ അനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ, മറുപടി കൊടുക്കാൻ ആവശ്യമേ ഇല്ല. ഏകദേശം അതുപോലെയാണ് ജനറൽ റീ അമേരിക്കയിൽ ഉണ്ടായിരുന്ന സിവിൽ വാർ നടക്കുമ്പോൾ സ്റ്റോൺവാൾ ജാക്സൺ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ജനറലിന് ഒരു ദൂത് കൊടുത്തയച്ചു. ഐ വിഷ് ഐ കുഡ് സീ യു, നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഈ സന്ദേശം കേട്ടപ്പോൾ അന്ന് രാത്രിയിൽ, പ്രഭാതമായില്ല, അന്ന് രാത്രിയിൽ തണുപ്പത്ത് മഞ്ഞിൽ കൂടെ സഞ്ചരിച്ച് ജനറൽ ലീയുടെ അടുത്ത് സ്റ്റോൺവാൾ ജാക്സൺ ചെന്നു. അപ്പോൾ ലീ പറഞ്ഞു, ഞാൻ നിന്നെ കണ്ടാൽ കൊള്ളാമെന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇറ്റ് വാസ് ഓൺലി മൈ വിഷ്. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയാമോ? ടു മീ ദ ജനറൽസ് വിഷ് ഈസ് എ കമാൻഡ്. എന്റെ ജനറലിന്റെ ആശ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൽപ്പനയാണ്. വിശ്വാസി, ദൈവത്തിന്റെ ആഗ്രഹം നിനക്ക് കൽപ്പനയാകുമ്പോൾ, അതനുസരിക്കാൻ ഉള്ളിൽ പ്രേരണ വരുമ്പോൾ, അനുഗ്രഹത്തിന്റെ വഴിയിലാണ്. When we want to obey the Lord, just like that. അനുസരിക്കുന്നിടത്താണ് അനുഗ്രഹം. എനിക്ക് അനേക ഉദാഹരണങ്ങൾ പറയാറുണ്ട്. വളരെ അടുത്തുള്ള ഒരു ഫാമിലി എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, കുടുംബമായി നല്ലൊരു ബിസിനസ്. പക്ഷെ ബിസിനസിന് ഒരു കുഴപ്പമേ ഉള്ളൂ, ലിക്കർ ബിസിനസ്സാണ്. അത് മൊത്തമായിട്ടുള്ളതാ, ചില്ലറയായിട്ടുള്ളതൊന്നുമല്ല, വലിയ ബിസിനസ്സാണ്. കർത്താവിനെ അറിയാൻ രണ്ടുപേർക്കും ദൈവം ഇടയാക്കി. ദൈവത്തിന്റെ ആത്മാവ് സഹോദരങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചില്ല. ഈ ബിസിനസ് നല്ല ലുക്രേറ്റീവ് ബിസിനസ്സാണ്, മേക്കിംഗ് ലോട്ട് ഓഫ് മണി. എന്നാൽ ഇത് ഒന്ന് അവസാനിപ്പിക്കുക എത്ര പ്രയാസമാണ്. കാരണം നല്ല ബിസിനസ് വേണ്ട എന്ന് വെക്കാൻ അല്പം പ്രയാസമാണ്. പക്ഷെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഇതിന്റെ തെറ്റിനെ കുറിച്ച് മനസ്സിലായി. ഹോൾസെയിൽ ട്രേഡാ, ഓരോ കുപ്പിയൊന്നും ആർക്കും വിൽക്കുന്നില്ല. ഇത് അവരുടെ ഗോഡൌണിൽ വന്നേച്ചാൽ വേറെ ഗോഡൌണിൽ പോകുന്നതേ ഉള്ളൂ. എങ്കിലും കർത്താവുമായി ബന്ധത്തിൽ വന്നപ്പോൾ ഇത് ശരിയല്ലെന്ന് മനസ്സിലായി. ബിസിനസ് വേണ്ടെന്ന് വെച്ചു. എൻ്റെ അറിവിൽ പല ബിസിനസ്സും നോക്കി, വേറെ ഒന്നും അത്ര ശരിയായില്ല. രണ്ടുപേരും ഗൾഫിൽ ജോലിക്ക് പോകേണ്ടി വന്നു. എന്നാൽ അത് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നഷ്ടമൊന്നുമല്ല. ആ കുടുംബത്തിലോട്ടൊന്ന് ചെന്ന് കയറണം, അവിടെ അനുഗ്രഹമാണ്. അനേക കുഞ്ഞുങ്ങൾ അവിടെ വരുന്നു, ആശ്വസിക്കുന്നു, പഠിക്കുന്നു, ദൈവവചനം പഠിക്കുന്നു. അനേക ദൈവമക്കൾക്ക്, കർത്താവിന്റെ വേലകൾക്ക് ആ ഗ്രൂപ്പുകളിൽ കൂടെ അവർ സഹായിക്കുന്നു. അനുഗ്രഹത്തിന്റെ മാരി ഒഴുകുകയാണ്. അവരൊരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെ സന്തോഷമുണ്ട്. ഒബീഡിയൻസ് ഈസ് വെരി കോസ്റ്റ്ലി, വെരി കോസ്റ്റ്ലി, വെരി കോസ്റ്റ്ലി, വെരി കോസ്റ്റ്ലി, വളരെ ചിലവുള്ളതാ. എന്നാൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ്, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവുമായുള്ള ബന്ധത്തിൽ ആലയത്തിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. ദൈവിക വഴിയുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ജീവിത രംഗങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ വിട്ടുകളയാൻ ദൈവത്തിന്റെ ആത്മാവ്. മാവേലിക്കരയിൽ ഇത് ഒന്നാമത്തെ യോഗമൊന്നുമല്ല, മാവേലിക്കര യോഗങ്ങളുടെ സ്ഥലമാണ്.
ഇവിടെ യോഗം നടത്താൻ ആരംഭിച്ചപ്പോഴേ ഞാൻ പ്രിയ ജോൺസണോട് പറഞ്ഞു, വളരെ ആലോചിച്ച് ചെയ്യാവോ. അനേകരുടെ ദൈവവചനം കേൾക്കുന്ന സ്ഥലമാണ്. കൂടുതൽ അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞ സത്യം അനുസരിക്കുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ അപാകത. കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ളതനുസരിക്കും. ചിലരോടൊക്കെ ക്ഷമ ചോദിക്കുന്ന ഒരല്പം പ്രയാസമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 50 വാരി അകലെ നിൽക്കുന്ന സഹോദരനോടോ സഹോദരിയോടോ വന്ന് അടുക്കാൻ 50 ഫീറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 50 യാർഡേ ഉള്ളൂ. അതൊന്നും നടക്കാനുള്ള പ്രയാസം, ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. അനുസരിക്കണം. കൺസിഡർ യുവർ പ്രയോറിറ്റീസ്, കൺസിഡർ യുവർ ഒബീഡിയൻസ്. ഇവിടെ ഈ വേലയോടുള്ള ബന്ധത്തിലായതുകൊണ്ട് ഞങ്ങളുടെ അനുഭവം പറയുന്നതിൽ പ്രയാസം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്പകാലത്തും ധനം എനിക്ക് വലിയൊരു ആകർഷണീയമായൊരു കാര്യമായിരുന്നില്ല. എന്നെ പിടിച്ചിട്ടില്ല. എന്നാൽ പ്രൊഫഷൻ എന്നെ പിടിച്ചിരുന്നു. എൻ്റെ ജോലി എന്നെ പിടിച്ചിരുന്നു. 1984 എൻ്റെ പിതാവ് മരിച്ചു കഴിഞ്ഞ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ടായപ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ കംഫർട്ടബിൾ സോണിലായിരുന്നു. അല്പാൽപാതി കൂടാതെ അവിടെയുള്ളൊരു കമ്മ്യൂണിറ്റി ചർച്ചിൽ ബൈബിൾ സ്റ്റഡി എടുക്കുന്നുണ്ട്, ആക്റ്റീവാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വാഹനം ആ ഇടവകയുടെ ഉപയോഗത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ഞങ്ങൾ മുൻപിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. എന്നാൽ 84 കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വിട്ടിറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് എ സ്ട്രഗിൾ. ഞാനിരിക്കുന്ന ഓഫീസിലെ എക്യുപ്മെന്റ്, അതിൻ്റെ ചുറ്റുപാടുകൾ, അതിനകത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. ദർ ഈസ് ഇന്റലക്ച്വലായിട്ട് എൻജോയ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വിട്ടുപിരിയാൻ എനിക്ക് വളരെ പ്രയാസമായിരുന്നു. 3 വർഷം ദൈവത്തോട് മല്ല് പിടിച്ചു. 3 വർഷം. എന്നാൽ ഒരു രാത്രിയിൽ ഞാൻ ഓർക്കും, ഞങ്ങൾ പാർക്കുന്ന ആ ഭവനത്തിൽ മുട്ടുമടക്കി, കർത്താവേ, മനസ്സിലാകുന്നില്ലെങ്കിലും അനുസരിച്ചു. ദൈവം കൃപ തന്നാകട്ടോ. ഗോഡ്സ് ഗ്രേസ്. കൺസിഡർ യുവർ ഒബീഡിയൻസ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇത് രണ്ടും നിങ്ങൾ ചെയ്താൽ ഇന്ന് മുതൽ മുൻപോട്ട് നോക്കണം. 1 പ്രോമിസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1, ഞാൻ നിങ്ങളോട് കൂടെ. പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ. 1:13 ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ധൈര്യപ്പെടുക. നടുഭാഗം, ദേശത്തിലെ സകല ജനങ്ങളുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ടല്ലോ. കർത്താവിനോടുള്ള ബന്ധത്തിൽ ദൈവത്തെ അനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ മുൻഗണനയായി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നാം സാഹചര്യത്തിൽ തന്നെയാണ്, ഈ സാഹചര്യത്തിൽ തന്നെ, ഇടുങ്ങിയ സാഹചര്യത്തിൽ തന്നെയാണ്. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഗോഡ് ഈസ് വിത്ത് us. കർത്താവെ, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കത്തക്കവണ്ണം നാം ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നവരാണോ എന്ന് ശോധന ചെയ്യണം. ആ വഴിയിൽ നടക്കുന്നെങ്കിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇയ്യോബിന്റെ ജീവിതം മനസ്സിലാക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. അവന്റെ സെക്യൂരിറ്റി എവിടെ ആയിരുന്നെന്നറിയാവും? ഇയ്യോബിന്റെ സെക്യൂരിറ്റി, ഇയ്യോബിന്റെ ഭദ്രത ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിശാചിനോട് പല പ്രാവശ്യം പറഞ്ഞു, നീ അവന്റെ ശരീരത്തെ തൊടരുത്, നീ അവന്റെ ആത്മാവിനെ തൊടരുത്. ദൈവം വേലികെട്ടി സൂക്ഷിച്ചു. ഗോഡ്സ് പ്രസൻസ് ഈസ് അവർ സെക്യൂരിറ്റി. ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പർവ്വതങ്ങൾ നീങ്ങിയാലും സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. സൈന്യങ്ങളുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാവുന്നു. ഗോഡ്സ് പ്രസൻസ്. ഇന്നത്തെ ലോകത്തിൽ, ഭദ്രതയില്ലാത്ത ലോകത്തിൽ, അനിശ്ചിതത്വമുള്ള ലോകത്തിൽ, നാളെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയാത്ത ഈ ലോകത്തിൽ എന്താ ഭദ്രത? ദൈവത്തിന്റെ സാന്നിധ്യം. ഗോഡ് ഈസ് വിത്ത് മീ. യോശുവയോട് ദൈവം പറഞ്ഞു, നീ പോയിക്കോ യോശുവേ, യു ഗോ, ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, നീ ധൈര്യപ്പെട്ടിരിക്ക, ഉറച്ചിരിക്ക, ഞാൻ നിന്നോട്
കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഭദ്രത. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സങ്കേതം. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബലം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. രണ്ടാമത് പറയുന്ന ഒരു കാര്യമുണ്ട്, നോക്കിക്കാട്ടെ. 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, 3-ാം വാക്യം. ഈ ജനം ആദ്യ മഹത്വത്തിൽ ചിലരൊക്കെ പ്രായമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ശലോമോന്റെ ആലയം കണ്ടിട്ടുള്ള ചിലരുണ്ടായിരുന്നു. അവർ ഈ ചെറിയ ഫൗണ്ടേഷൻ കണ്ടപ്പോൾ ഹഗ്ഗായി പ്രവാചകനും സഖരിയാ പ്രവാചകനും ഒക്കെ പ്രബോധിപ്പിച്ച് ജനം എഴുന്നേറ്റ് പണിയുന്ന ഈ ചെറിയ ആലയത്തിന്റെ വലിപ്പം കണ്ടപ്പോൾ ചിലരൊക്കെ കരഞ്ഞു, ചിലരൊക്കെ സന്തോഷിച്ചു. അങ്ങനെയുള്ള സമയത്ത് ദൈവം പറയുന്നത്, ഈ ആലയത്തിന്റെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് കർത്താവ് ഉറപ്പ് കൊടുക്കുകയാണ്. 9-ാമത്തെ വാക്യത്തിൽ 2:9. ജീവിതത്തിൽ ചിലപ്പോൾ നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. കർത്താവേ, മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പഴമക്കാര് ചെയ്യുന്ന ആധുനിക തലമുറയോട് ചെയ്യുന്ന വലിയൊരു ദോഷം എന്നാണെന്നറിയാമോ? ദേ ഓൾവേസ് ടോക്ക് അബൌട്ട് ദി ഓൾഡൻ ടൈംസ്. പണ്ടത്തെ പോലെ ഒരു നല്ല കാലമെന്ന് വേദപുസ്തകത്തിൽ ഒരു വാക്യവും ഉണ്ട്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത്, ദൈവമേ പണ്ടത്തെ പോലൊരു നല്ല കാലം. നല്ലതാ, പണ്ടത്തെ കാലത്തെ ഓർത്ത് കരയുകയല്ല വേണ്ടിയത്, ഈ കാലത്തിന്റെ ദോഷമോർത്ത് കരയുകയല്ല വേണ്ടി. കർത്താവെ, ഞങ്ങൾക്കൊരു നല്ല കാലം തരയണമെന്ന് പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യനെ എപ്പോഴും മോനോട് പറയുമായിരുന്നു, എടാ നിന്റെ പ്രായത്തിൽ ഞാൻ ഇങ്ങനായിരുന്നു അങ്ങനായിരുന്നു എല്ലാം പറഞ്ഞപ്പോ അവസാനം ആ മോൻ അപ്പനോട് പറഞ്ഞു, അപ്പച്ച എബ്രഹാം ലിങ്കൺ അപ്പച്ചന്റെ പ്രായത്തിൽ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് വലിയൊരു പോയിന്റ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് അവരുടെ പ്രായത്തിൽ ഇങ്ങനായിരുന്നു അങ്ങനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു കൂട്ടരുണ്ടായിരുന്നു, അവർ പുറകോട്ട് നോക്കി വെച്ച് പറഞ്ഞു, അയ്യോ പണ്ടത്തെ മഹത്വം, പണ്ട് 20 വർഷം മുമ്പ് 25 വർഷം മുമ്പ് ഈ പള്ളി ആരംഭിച്ച സമയം, ഞങ്ങളൊക്കെ ഇത് തുടങ്ങിയ സമയം ഒരുപാട് പറയുന്നവരുണ്ട്. ഞാൻ അവരെ കുറിച്ച് പറയുന്നത് എസ്റ്റർഡേ പീപ്പിൾ എന്നാ, ഇന്നലകളിൽ ജീവിക്കുന്നവരാ. എന്നാൽ ദൈവം ഇങ്ങനെയുള്ള സമൂഹത്തോടൊരു ബുദ്ധൂത് പറഞ്ഞെന്നറിയാമോ? ടുമോറോ, നാളത്തെ മഹത്വം ഇന്നലത്തേതിലും വലുതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇറ്റ് മേ ബി എ സ്മോൾ തിങ് യു ആർ ഹാൻഡ്ലിംഗ് ടുഡേ. കൊച്ചു കാര്യമായിരിക്കും കയ്യിലിരിക്കുന്നു. ലോകം നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നിയെന്ന് വന്നേക്കാം, എന്നാൽ ദൈവം നിന്റെ കൂടെയുണ്ടല്ലേ. ഗോഡ് ഈസ് വിത്ത് യു. ദൈവമാണത് നിന്റെ കരത്തിൽ തന്നതെങ്കിൽ ഇതിന്റെ മഹത്വം വലുതാക്കാൻ ദൈവത്തിന് കഴിയും. വില്യം കേറി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോരാനായിട്ടൊക്കെ ആഗ്രഹിച്ചപ്പം അവിടെയുള്ള മൂപ്പന്മാര് പറഞ്ഞ എന്നാന്നറിയാമോ? യങ് മെൻ, ഇഫ് ഗോഡ് വാണ്ട്സ് ടു സേവ് ദ ഹീതൻ ഹി വിൽ ഹാവ് ഹിസ് ഓൺ വേ. നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ജാതികളെ രക്ഷിക്കാൻ ദൈവത്തിന്റെ പ്രസാദമാണെങ്കിൽ യൗവനക്കാരാ, നിന്റെ സഹായമൊന്നും ആവശ്യമില്ല, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. കൊച്ചനെ അവിടെ ഇരുത്തി. ആരും സഹായിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു വിധവയുടെ വീട്ടിൽ 14 പേര് കൂടി, പാവപ്പെട്ട ഒരു വിധവയുടെ ചായ്പിൽ 14 പേര് കൂടി അവരൊരു സംഭാവന എടുക്കാൻ നോക്കിയപ്പം സ്തോത്രകാഴ്ച എടുക്കാൻ ഒരു പാത്രമില്ലായിരുന്നു. ഒരാള് ഹാറ്റ് ഊരിയേച്ച് തിരിച്ചു പിടിച്ചു കേട്ടോ. അപ്പോൾ ആ വിധവയുടെ വീട്ടിൽ, ആ കൊച്ചു വീട്ടിൽ ഹാറ്റൂരി അങ്ങോട്ടൊരു ചെറിയൊരു സംഭാവന എടുത്തു. എന്നാൽ ഓർക്കണം, ആധുനിക മിഷണറി മൂവ്മെന്റിന്റെ ആരംഭം ആ കൊച്ചു വീട്ടിൽ, ആ പാവപ്പെട്ട വീട്ടിൽ, ആരും അറിയാത്ത 14 പേരിൽ കൂടെ ആ ചെറിയ ഹാറ്റിലാണ് ആരംഭിച്ചതെന്ന് ഓർക്കണം. സ്മോൾ തിങ്സ്, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ഒരിക്കലും തുച്ഛീകരിക്കരുത്. ചെറിയ അടിസ്ഥാനം കണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദൈവം അതിന്റെ മധ്യേ ഉണ്ടെങ്കിൽ ഇതിനെ വലുതാക്കാൻ ദൈവത്തിന് കഴിയും. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഹരിയാനയിലും ജമ്മുവിലും ചണ്ഡീഗറിലും ലൂധിയാനയിലും ഒക്കെ ആയിരുന്നു. ഹരിയാനയിലെ ആലയത്തിൽ ഇരുന്ന് ഞാൻ സൈഡിൽ ആ കസേരയിലിരുന്നു. കൂടുതൽ അവർ ഹിന്ദിയിലാണ്. ഇടയ്ക്ക് ഞാൻ വല്ലതും പറഞ്ഞ അവർ ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തു. എന്നാൽ ഞാൻ അവിടെ ഇരുന്നങ്ങ് സന്തോഷിച്ചു. നല്ല കോംപ്ലക്ഷൻ ഉള്ളവർ, നല്ല പേഴ്സണാലിറ്റി ഉള്ളവർ, സീക്ക് വിഭാഗത്തിൽ നിന്ന് മറ്റു വിഭാഗത്തിൽ നിന്ന് നിലത്തങ്ങോട്ട് നിരന്നിരുന്ന് ഞാനും നിങ്ങളും ആരാധിക്കുന്നതിനേക്കാൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന സമൂഹം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. മേ ബി എ സ്മോൾ തിങ്, ചെറിയ ജോലിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, ആരും നോട്ട് ചെയ്യുന്നു ആയിരിക്കുകയില്ല. എന്നാൽ ഇതിനെ വലിയ മഹത്വം അണിയിക്കാൻ കഴിവുള്ളൊരു ദൈവം ഉണ്ടെന്നുള്ളത് ഓർക്കണം. അല്പമേ ഉള്ളെങ്കിലും തമ്പുരാന്റെ കരത്തിൽ കൊടുക്കുമ്പോൾ അതിനെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കാൻ കഴിവുള്ള ഒരു വലിയ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു.
ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ആലയത്തിന്റെ ഇപ്പോഴത്തെ മഹത്വം കണ്ടിട്ട് നിങ്ങൾ കരയണ്ട. ഇപ്പോഴത്തെ ചെറുപ്പം കണ്ടിട്ട് നാം അത് ചെറുതായി പോയല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടണ്ട. ഗോഡ് ഈസ് ഏബിൾ ടു ബ്ലെസ് ഇറ്റ് അബണ്ടന്റ്ലി. അതിനെ വലുതായിട്ട് അനുഗ്രഹിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇതിന്റെ മഹത്വം മുമ്പിലത്തേതിനും വലുതായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് മാത്രമല്ല, തിരുവചനം പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഗോഡ്സ് ബ്ലെസ്സിങ്. മനുഷ്യൻ എന്ത് പരക്കം പാച്ചില്ലാന്നറിയാവോ? നേട്ടങ്ങൾക്ക് വേണ്ടി എല്ലാം ഉണ്ട്, തമ്പുരാന്റെ അനുഗ്രഹമില്ല. അനേക ഭവനത്തിലും അതാണ്. They have everything except God blessings. ഒരു ദേവദാസൻ പറഞ്ഞു, people are going after stuff, material thing. അദ്ദേഹം പറഞ്ഞു, it is not more stuff that you need, it is the blessing that you need. കൂടുതൽ സാധനമല്ല ഇനി ആവശ്യം. ചിലർക്ക് ഇനി അതുകൂടുണ്ടെങ്കിൽ ശരിയായേനെ, ഇന്നതൂടുണ്ടായിരുന്നെങ്കിൽ ശരിയായേനെ, അത് വന്നാലും ഇത് വന്നാലും ജീവിതം സംതൃപ്തമാകത്തില്ല. What you need is God's blessing. തമ്പുരാന്റെ അനുഗ്രഹം വരുമ്പോൾ അതിനൊരു വലിപ്പമുണ്ട്. അതറിയാമോ? ആരോ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരു കൊച്ചു കുഞ്ഞ് മുട്ടായിക്കടയിൽ ചെന്നപ്പോ ഒരു പിടി മുട്ടായി എടുത്തോളാൻ പറഞ്ഞു. അവൻ കാത്തു തന്നു, എടുത്തില്ല. അവൻ പറഞ്ഞു, സാറിന്റെ കൈ കൊണ്ട് എടുത്തു തന്നെച്ചാൽ മതി. ഇറ്റ്സ് എ ബിഗ് ഹാൻഡ്. ഇറ്റ് ഈസ് വെരി ട്രൂ. ഗോഡ്സ് ഹാൻഡ് ഈസ് റിയലി ലാർജ് ഇനഫ്. വേണ്ടതെല്ലാം ഉൾക്കൊള്ളിച്ചു തരാൻ കഴിവുള്ള കരമാണ് എന്റെ ദൈവത്തിന്റെ കരം. ആ കരത്തിൽ നിന്ന് വാങ്ങി അനുഭവിക്കണം. അതാകുന്നു ദൈവത്തിന്റെ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പറയുകയാണ്, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ അതിന് ഒരു ഓവർഫ്ലോ ഉണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു ഉദാഹരണമാണ് മാക്സ് ലുക്കേഡോയുടെ ഒരു പ്രത്യേക. അദ്ദേഹം പറഞ്ഞു, തന്റെ ജീവിതത്തിൽ കൂടെ നടന്നൊരു സംഭവം. അദ്ദേഹം സൗത്ത് അമേരിക്കയിൽ വഴിയെ കൂടെ നടക്കുമ്പോൾ ഒരു കൊച്ചു മോൻ വന്നേച്ച് പറഞ്ഞു, സാറേ ബ്രെഡ് വേണം. അപ്പം വിശന്ന് ഒരിഞ്ഞവൻ, അങ്ങ് ഞെരുക്കമുള്ളൊരു സ്ഥലമാണ്. ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അനേക നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവന്റെ വിശപ്പ് കണ്ടോണ്ട് ആ മനുഷ്യനകത്തോട്ട് ചെന്ന് കൈ നിറയെ സാധനങ്ങൾ മേടിച്ചു കേട്ടോ, ധാരാളം മേടിച്ച് കുഞ്ഞിന്റെ കയ്യിലോട്ട് കൊടുത്തു. അവനത് ആ കോഫി ഷോപ്പിൽ നിന്ന് മേടിച്ച് പുറത്തോട്ട് പോയി. അദ്ദേഹം ഓർത്ത് ഈ കുഞ്ഞങ്ങ് പോയി കാണും എന്ന് ഓർത്ത് അദ്ദേഹം അവിടെ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ചു. കാപ്പി കുടിച്ച് പുറത്ത് വന്നപ്പോൾ ആ കുഞ്ഞ് അവിടെ നിപ്പുണ്ട്. പറഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ബെൽറ്റിന്റെ അത്രയും, അതായത് ആ അരയോളം പൊക്കമേ ഉള്ളൂ. ആ കുഞ്ഞിന് അടുത്ത് വന്നേച്ച് ആ ബെൽറ്റയിലോട്ട് പിടിച്ച് മുകളിലോട്ട് നോക്കിയെന്ന് പറഞ്ഞു. ബെൽറ്റയിലോട്ട് പിടിച്ച് കാല് പൊങ്ങി സാറിനെ നോക്കി. സാറേ താങ്ക് യു. കണ്ണ് നിറഞ്ഞു നന്ദി പറഞ്ഞു. സ്നേഹിതരെ, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ മാത്രമല്ല, ദൈവം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുമ്പോഴേ ദൈവാനുഗ്രഹം വരത്തുള്ളൂ. ഓർക്കണം, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ വരണം. അത് വരുമ്പോ അതിനകത്തൊരു സന്തോഷമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവളെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഹരിയാനയിൽ ആ ചുറ്റുപാടിൽ ഇരുന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. മുമ്പോട്ട് നോക്കിയപ്പോ അനുഗ്രഹമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ നിന്ന് ഇന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു തീരുമാനത്തോടെ പോകണം. വാട്ട് ഈസ് ഗോയിങ് ടു ബി മൈ പ്രയോറിറ്റി? എന്റെ ജീവിതത്തിന്റെ മുൻഗണന എന്തായിരിക്കും? അത് തീരുമാനിച്ചുകൊണ്ട് പോകണം. എന്റെ സമയത്തിൽ, എന്റെ സമ്പത്തിൽ, എന്റെ ചുറ്റുപാടിൽ, എന്റെ ഭവനത്തിൽ, എന്റെ ജീവിത ശൈലിയിൽ വാട്ട് ഈസ് ഗോയിങ് ടു ബി മൈ പ്രയോറിറ്റി? അത് തീരുമാനിച്ചു പോകണം. കർത്താവ് ചെയ്തതിനായി സ്തോത്രം പറയുക മാത്രമല്ല, പിൽക്കാലങ്ങളിൽ നിറഞ്ഞ അനുഗ്രഹം കൊണ്ട് നിറയണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് സെറ്റ് യുവർ പ്രയോറിറ്റി. ഒരു പക്ഷേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതം ഇതിന്റെ നടുവിലിരിപ്പുണ്ടായിരിക്കും. വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. പലതും നോക്കി, പലതും അധ്വാനിച്ചു. ജീവിതത്തിൽ ഈ മാർഗം നോക്കി, ആ മാർഗം നോക്കി, അത് ചെയ്തു നോക്കി, ഇത് സമ്പാദിച്ചു നോക്കി, ഈ ഉല്ലാസം നോക്കി, ഈ കംഫർട്ടഡ് ആയാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നൊരു സമാധാനമില്ലാതെ വരണ്ട ഹൃദയം ഇതിന്റെ നടുവിൽ ഇരിപ്പുണ്ടെങ്കിൽ നിറയ്ക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തെ നിറയ്ക്കുവാൻ God can bless you. God can bless you. When God blesses you, it overflows. ദൈവം അനുഗ്രഹിക്കുമ്പോ അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതാണ്. അത് തരുന്നൊരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ബട്ട് യു മസ്റ്റ് സെറ്റ് യുവർ പ്രയോറിറ്റീസ്. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ദൈവത്തെ കൊടുക്കണം.
ജീവിതത്തിൽ അവരുടെ വഴികളിൽ ആത്മീയത അവരുടെ ഉള്ളിലേക്ക് കൊടുക്കണം. നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. ജീവിതരംഗങ്ങൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. യു വിൽ സീ ബ്ലെസ്സിങ് ഇൻ യുവർ ലൈഫ്. യു വിൽ സീ ബ്ലെസ്സിങ് ഇൻ യുവർ ലൈഫ്. ഫ്രസ്ട്രേഷനും ജീവിതത്തിൽ ഇങ്ങനെ സംഘർഷങ്ങളും കോൺഫ്ലിക്റ്റുകളും മൽപ്പിടുത്തങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയല്ലയോ? ഇന്ന് രാത്രി അതിനൊരു തിരുത്തുണ്ടാകണം. അത് തിരുത്തുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി ദൈവത്തിന്റെ പ്രയോറിറ്റിയുമായിട്ട് സിങ്കറണൈസ് ചെയ്യുമ്പോൾ യു വിൽ സീ എ മിറക്കിൾ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു അത്യത്ഭുതം കാണും. കാരണം ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് ഞാനും നിങ്ങളും ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. അതിന് ഞാൻ സാക്ഷിയാണ്. 2, seek to obey the Lord at any cost. ഇപ്പം നഷ്ടമെന്ന് തോന്നിയാലും, ഇപ്പം വേദനയെന്ന് തോന്നിയാലും, ഇപ്പോൾ വളരെ പ്രയാസമെന്ന് തോന്നിയാലും, obey the Lord at any cost. ഇനി ചിന്തിക്കുന്നുണ്ടായിരിക്കും ചിലരൊക്കെ, വേണ്ടാന്ന് വെക്കാം. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, ഞാനത് ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞു. ട്രസ്റ്റ് ആൻഡ് ഒബേ, ഫോർ there is no other way. No other way to be happy in Jesus but to trust and obey. അനുസരിക്കുകയല്ലാതെ ദൈവരാജ്യത്തിന്റെ വഴിയിൽ വേറൊരു വഴിയേ ഇല്ല. നിങ്ങൾ ഇനിയും ഈ പുസ്തകം അരിച്ചു പറിച്ച് പഠിച്ചു നോക്കിയാലും അനുഗ്രഹത്തിന് വേറൊരു ഷോർട്ട് കട്ടുമില്ല. there is no short cut. കർത്താവ് പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങളുടെ വഴിയിൽ നടക്കുവാൻ ജീവിതത്തെ തീരുമാനിച്ച് ദൈവത്തിന്റെ പരമ ഇഷ്ടത്തിന് തലകുനിച്ച് അനുസരിക്കുവാൻ തീരുമാനിക്കുമ്പോൾ അവിടെ ഒരു അനുഗ്രഹമുണ്ട്. അവിടെ ഒരു അനുഗ്രഹമുണ്ട്. അവിടെ ഒരു അനുഗ്രഹം. ദൈവം കൈവിടുന്നവനല്ല, ദൈവം ഉപേക്ഷിക്കുന്നവനല്ല. ഞങ്ങൾക്കൊരു സ്നേഹിതനുണ്ട്. ഞാൻ അഭിവൃദ്ധിയെക്കുറിച്ച് പറയാൻ വന്നതല്ല, എന്ന് നടത്തുന്ന ദൈവത്തെക്കുറിച്ച് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ബെഞ്ചി എന്നാ പേര്. അബുദാബി ജോലിയിൽ ഇരിക്കുമ്പോഴാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടായത്. കുഞ്ഞുങ്ങളൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ടവൾ ഗർഭിണിയായി, മണിപ്പാലില്ല കർത്താവിന്റെ വേല ചെയ്യുന്നത്, കുഞ്ഞുങ്ങളുടെ ഇടയിൽ വേല ചെയ്യുക. അപ്പോൾ ബെഡ് റെസ്റ്റ് വേണം, വലിയ ചെലവായിപ്പോയി, ഭയങ്കര ചെലവായിപ്പോയി. അതൊന്നും മിഷനെ അറിയിച്ചില്ല. എന്നാൽ അദ്ദേഹം എനിക്ക് ഒരു എഴുതി 50,000 രൂപയോളം മണിപ്പാൽ ആശുപത്രിയിൽ ഇതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. എന്നാൽ പറഞ്ഞ എന്നാന്നറിയോ, ബാവുച്ചായ ആവശ്യങ്ങളെ നടത്തിയൊരു ദൈവമുണ്ട്. ഏതുവഴി നടന്നെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. തമ്പുരാൻ എവിടെ നിന്നോ ഒക്കെയും തക്ക സമയത്ത് അയച്ചു. കാരണം എന്നാന്നറിയാമോ, അനുസരണത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുണ്ട്. I am not asking you whether you have affluence or abundance in life. I just want to ask you a question. Are you enjoying God's blessing in your life? ജീവിതത്തിൽ ചുറ്റുപാടുണ്ടോന്ന് ഇന്ന് രാത്രി ഞാൻ ചോദിച്ചിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അതിൽ ഞാനും നിങ്ങളോട് ചേർന്ന് സന്തോഷിക്കുന്നു. ബട്ട് ആർ യു എൻജോയിങ് ഗോഡ്സ് ബ്ലെസ്സിങ്? ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിച്ച് സന്തോഷിക്കുന്ന ദൈവവൈതലായിട്ടാണോ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എന്ന് ശോധന ചെയ്യണം. അല്ലെങ്കിൽ ഇന്ന് മുതൽ അനുഗ്രഹിക്കാൻ കഴിയുന്നുള്ള ഒരു ദൈവമുണ്ട്. നാളെ ദൈവത്തിന്റെ അനുഗ്രഹം കാണണമെങ്കിൽ ദൈവത്തിന്റെ പ്രയോറിറ്റിക്ക് കീഴ്പ്പെടുവാൻ ഞാനും നിങ്ങളും തീരുമാനിക്കണം. കൺസിഡർ യുവർ വേസ്. Obey the Lord and the Lord will bless you. ഇപ്പോഴത്തെ ഇതിനേക്കാൾ പിന്നത്തെ അനുഗ്രഹം വലുതായിരിക്കും. ഹല്ലേലൂയ. ആളുകളെ വണക്കം പ്രാർത്ഥിക്കാൻ പോകുകയാണ്.